അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാദിയുടെ ഉപ്പത നേരെ പുളിക്കൽ തറവാട്ടിലേക്ക്. അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളൊരു കുഴപ്പമില്ലായിരുന്ന മോളെ ആ രീതിയിൽ ആക്കിയത്. അതെ, അത് ശരിക്കും അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ വേണം. നേരെ പുളിക്കൽ തറവാട്ടിലേക്ക് പോകുമ്പോൾ ഹാദിയ അത് മുടക്കിയിരുന്നു. അതായത്, ഉപ്പ വേണ്ടുപ്പ, എൻ്റെ ഉപ്പ പോവണ്ട, അവരങ്ങനെ ചെയ്തോട്ടെ, സാരല്ലുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞിരുന്നു. എന്നാൽ ആ പ്രിയപ്പെട്ട പിതാവിന് അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. എന്ത് വേണമെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ കഴിയും, പക്ഷേ എൻ്റെ പൊന്നുമോളെ ഉപദ്രവിച്ചത് അത് ഉപ്പാക്ക് സഹിക്കാൻ കഴിയില്ല. ഉപ്പ ഉപ്പ പോവണ്ട മോളെ, ഈ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ല. അങ്ങനെയാണ് പുളിക്കൽ തറവാട്ടിലേക്ക് പോകുന്നത്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ പുളിക്കൽ തറവാടിൻ്റെ ആ ഒരു വലിയ ഗേറ്റിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു ചെല്ലുന്നു. വാഹനം അടുത്തെത്തിയപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് പതുക്കെ തുറന്നു. അത്രക്കും വിശാലമായ വലിയ ആ ഒരു മൈതാനം പോലുള്ള ഇൻ്റർലോക്ക് ചെയ്ത ആ മുറ്റത്തേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം കയറി ചെന്നപ്പോൾ തന്നെ അതാ ജസീറിൻ്റെ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണിപ്പത് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അതാ ആ പിതാവ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവർ ഒന്ന് പിന്നോക്കം നിന്നു. ഓ, ഹാദിയുടെ പിതാവ്. എന്നാൽ ഒന്നും ഭാവിക്കാത്ത രീതിയിൽ, ഒന്നും അറിയാത്ത രീതിയിൽ അതാ അവർ നേരെ, ആ നിങ്ങളോ, കയറി വരി, എത്രയായി കണ്ടിട്ട്, വരി, മോൾക്ക് എന്തോ പറ്റിയെന്നെന്തൊക്കെ പറഞ്ഞ് കേട്ടു, വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ അതിൽ. എന്താ അതിൻ്റെ പിന്നിലെന്ന്, എൻ്റെ സഫീറിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ്. കാരണം സഫീർ ഓന് ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാം. ഒരു കുട്ടിയുടെ ജീവിതം തകർത്തത് അവനല്ലേ. ശരിക്കും ആ ഉപ്പ തന്നെ ഞെട്ടിപ്പോയി. അത്രക്കും ക്രൂരമായ ഒരു ഉമ്മയുടെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. സഫീറോ, കൂടുതലായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ. എന്താണ് ഏതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ പിന്നെ ജസീർ വിദേശത്താണ്. അവനെക്കുറിച്ച് എന്തോ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ? ജസീർ വിദേശത്ത് പോയിരിക്കുകയാണല്ലോ. അവൻ കുറച്ചായല്ലേ പോയിട്ട്, അവൻ ഇവിടെ ഇല്ലായിരുന്നു. സഫീറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെ, ആ ഉപ്പയെ കൺഫ്യൂഷനാക്കുവാൻ വേണ്ടി ആ ഉമ്മയുടെ സംസാരം എന്തായാലും വേണ്ടില്ല. ജസീറായാലും വേണ്ടില്ല, സഫീറായാലും വേണ്ടില്ല. എൻ്റെ മകളെ, ഈ ബന്ധം തുടർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ഉപ്പ നിങ്ങളീ പറയുന്നത്? മക്കളുടെ ജീവിതം വെറുതെ നശിപ്പിക്കാൻ പാടുണ്ടോ? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളായിട്ട് നശിപ്പിക്കുന്നത്? ഇല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധം ഇല്ലാതാക്കുന്നത്. എന്താ ഉപ്പ ഇങ്ങനെയൊക്കെ? അപ്പോഴേക്കും സെർവൻ്റ് അതാ ചായയുമായി വന്നു. ആ ഉപ്പയുടെ മുമ്പിലേക്ക് സ്നേഹത്തോടെ ഉമ്മ പറഞ്ഞു, എന്തായാലും നമുക്ക് തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. അതായത് ജസീർ അവനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും സഫീറിൻ്റെ വാഹനമാണ് ആ ലോറി. ആ ലോറി എടുത്തിട്ടാണ് അവൻ്റെ അടുത്തുനിന്ന് തെറ്റ് പറ്റിയതാണോ എന്ന് കരുതി കൂട്ടിയതാണോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ സഫീറിനെതിരെ കേസ് കൊടുത്തോളൂ. കേസ് കൊടുത്തിട്ട് നിങ്ങൾ എന്താണ് ശിക്ഷയെന്ന് വെച്ചാൽ വാങ്ങിക്കോട്ടെ അവന്. അല്ലെങ്കിലും അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അവന് അത്രക്കും മോശപ്പെട്ട സ്വഭാവമുള്ളവനാണ്. എൻ്റെ മക്കളായിട്ട് പറയല്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സഫീർ എൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. ശരിക്കും അവരുടെ വാക്ക് കേട്ട് ഉപ്പ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇങ്ങനെയുണ്ടാവുമല്ലോ. ഞങ്ങൾ ഈ ബന്ധം തുടരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇത് എൻ്റെ മോൾക്ക് ഡൈവേഴ്സ് കിട്ടണം. അതല്ല എങ്കിൽ പള്ളി കമ്മിറ്റിയിലെല്ലാം പറഞ്ഞ് ഞാനത് ഒഴിവാക്കും. അല്ലാതെ ഒരിക്കൽ പോലും ഇവിടെ ഇവരുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല, എനിക്കും എൻ്റെ മോൾക്കും. നിങ്ങൾ മകൾ കാട്ടിക്കൂട്ടി പോയതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ? അറിയില്ല. അതെ, നിങ്ങളുടെ മകളെ ഇവിടെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളായിട്ട് അത് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ മകള് എൻ്റെ മോനെ തല്ലിയ ചരിത്രം വരെയുണ്ട്. ഞങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതെ, നിങ്ങളെ മകളെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മകളെ സ്വഭാവം എന്തായിരുന്നു? എൻ്റെ മകൻക്ക് ഒന്നിനും അവൾ നിന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. വെറുതെ ഒരു പാഴ്വസ്തു. അത്രക്കും നിങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിപ്പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകളുടെ ഡൈവേഴ്സ് ഞങ്ങൾ ആവശ്യപ്പെടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പെട്ടെന്ന് ഒഴിവാക്കും.
ഓ, അപ്പോൾ നിങ്ങൾ കരുതി കൂട്ടി തന്നെ വന്നതാണല്ലേ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? നിങ്ങളെ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ലേ? മോളുടെ സ്വഭാവം നന്നാക്കാൻ പറയണേ. ആണുങ്ങളെ തല്ലുന്ന സ്വഭാവമൊന്നും ഈ തറവാട്ടിൽ ആർക്കുമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. അതെ, അന്ന് എൻ്റെ മകനെ തല്ലി, വീണ്ടും എൻ്റെ മകനെ പറഞ്ഞേക്കുന്നത് എന്തിനാ? അവൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിന്? എൻ്റെ മോൾ ഇനി ഉപദ്രവിക്കാനല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? എന്നിട്ട് എൻ്റെ മോളുടെ കൈയും കാലൊക്കെ ഒടിച്ചുല്ലേ നിങ്ങളായിട്ട്? അത് എന്നെ പറയണ്ട, എൻ്റെ മോൻ ജസീറിനെയും പറയണ്ട. അത് സഫീറിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. അത് നിങ്ങൾ എന്താ ചെയ്തോളൂ. അതിവിടെ ജസീറുമായിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളുമില്ല. അവനിവിടെ ഇല്ല. മനസ്സിലായല്ലോ? ശരിക്കും ആ തള്ളയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഹാദിയുടെ ഉപ്പ ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രക്കും ക്രൂരയായ ഒരു ഉമ്മയുടെ വീട്ടിലേക്കാണല്ലോ എൻ്റെ മോളെ പറഞ്ഞയച്ചത് എന്നാലോചിച്ചപ്പോൾ ആ പിതാവിന് സങ്കടമാണ് വന്നത്. ഒരിക്കലും മക്കളെ സ്വത്തും മുതലും സമ്പത്തും മാത്രം നോക്കി കിട്ടിക്കരുത്. അത് മനുഷ്യത്വമുള്ള ആളുകളാണ് നോക്കണം. അതെങ്ങനെ തിരിച്ചറിയാൻ? ആ പിതാവ് കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേ, നിങ്ങൾ ജസീറിൻ്റെ മേലിൽ നിങ്ങൾ കേസ് കൊടുക്കാനും നിൽക്കേണ്ടവർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളോട് തൊട്ട് കളിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. പുളിക്കക്കാരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇവിടെ ഈ നാട്ടിൽ ഏറ്റവും സമ്പന്നരും പണക്കാരും ഞങ്ങൾ തന്നെയാണ്. അത് ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പണത്തിൻ്റെ മേലെ പരുന്ത് പറക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എന്തൊക്കെ വന്നാലും നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ എൻ്റെ മകനെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. മനസ്സിലായല്ലോ? എന്നാൽ ആ പിതാവ് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. റബ്ബേ, എൻ്റെ കുഞ്ഞിന് നീതിയില്ല. എവിടെയായാലും എൻ്റെ പൊന്നും മോനെ ശിക്ഷിച്ച അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണത്രേ വക്കീൽ. അതെ, വീണ്ടും ഒരു കേസ് കൂടി ഉണ്ടാകും, ഉറപ്പാണ്. എന്നാൽ ഈ പിതാവ് നേരെ ചെന്നത് അത് സ്റ്റേഷനിലേക്കായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മോളെ ആരോ ഉപദ്രവിച്ചു, ആക്സിഡൻ്റാക്കി കൈകാലുകൾ മുറിഞ്ഞ് എൻ്റെ കുട്ടി കിടപ്പിലാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എന്നാൽ ഈ സമയം അതാ ജസീറും ഉമ്മയും കോണ്ടാക്ട് ചെയ്യുന്നു. എടാ മോനെ, ആ തന്ത വന്നിരുന്നു, ഹാദിയുടെ ഉപ്പ. ഓ, വന്നോ? നല്ലൊരു വക്കീലിനെ ഇറക്കണം. നല്ല ക്യാഷ് പൊട്ടിച്ചാലും ആ ജയിക്കാൻ കഴിയും. എന്താന്നില്ലേ, അത് അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല. ഏതായാലും സഫീർ ഓരോ ടീം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. സഫീറിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എഴുതി ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ തന്നെ അതാ ഒരു ക്രിമിനൽ വക്കീലിനെ വിളിക്കുന്നു. അവൻ, അത് വക്കീലേ, ആവശ്യമുണ്ട്, പണത്തിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക്. പണത്തിന് എന്താടാ, കേസ് വല്ലതും ആയോ? നല്ലൊരു കേസുണ്ട്, എഴുതിക്കോളി, ഞാൻ വിട്ടുതരാം. ഹാദിയ, എൻ്റെ ഭാര്യ ഹാദിയ, അതായത് ജസീറിൻ്റെ ഭാര്യ ഹാദിയയെ എൻ്റെ അനിയൻ സഫീർ കരുതിക്കൂട്ടി ലോറി ഉപയോഗിച്ച് അവൾ ഓടിച്ചിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്യാതെ അവളുടെ പിന്നിൽ അതാ കുത്തിച്ച് വണ്ടി മറിച്ചിട്ട് അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് നീതി കിട്ടണം എനിക്ക്. അതിനു വേണ്ടിയിട്ട് എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്യണം, അവനെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് ജ്യേഷ്ഠൻ ജസീർ. ഓഹോ, വക്കീലത് വായിച്ചു. ഓഹോ, അനിയൻ്റെ പേരിൽ ജ്യേഷ്ഠൻ കേസ് കൊടുക്കുക. അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. വീണ്ടും അതാ സഫീറിനെ പോലീസ് വിളിപ്പിക്കുന്നു. കോടതിയിൽ ഹാജരാകുവാനും കൽപ്പിക്കുന്നു. താങ്കൾക്ക് എന്താടോ ഈ ഭാര്യമാരെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരെ കൊല്ലണം ഇത്ര നിർബന്ധം? വേറെ എത്ര ആളുകളെ കിട്ടും? അവരെ തന്നെ സഫീർ വീണ്ടും ഞെട്ടി. അത് അവനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ്. എന്നാൽ ജസീറും നാട്ടിലേക്ക് എത്തി. വക്കീൽ നേരെ സഫീറിൻ്റെ നേരെ, എന്ത് കാര്യത്തിനാടോ ആരുടെയെങ്കിലൊക്കെ ഭാര്യമാരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാ? നീ എന്തിനു വേണ്ടിയിട്ടാണ് നിൻ്റെ വണ്ടി ഉപയോഗിച്ച്, ലോറി ഉപയോഗിച്ചുകൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? അതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ? എന്താ അവളിൽ നിന്ന് നിനക്ക് കിട്ടാത്ത എന്തെങ്കിലും പകയുണ്ടോ? ഒരു നിമിഷം അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. സാറേ, എടാ, വക്കീലിനോടാണ് നീ സംസാരിക്കുന്നത്. എന്നാൽ അവൻ പെട്ടെന്നത് പറഞ്ഞപ്പോൾ അതാ അവിടെ നിന്ന് കോടതി വിധി
കൂടുതൽ വക്കീലന്മാരുടെ നേർക്ക് കൈ ചൂണ്ടിയൊന്നും സംസാരിക്കരുത്, പറയാനുള്ളത് പറയാം. ശരിക്കും സഫീറിന് ദേഷ്യവും സങ്കടവും വന്ന് അവന് നിയന്ത്രണം നഷ്ടമാകുന്ന രീതിയിലായിരുന്നു. സാറേ, ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തെളിവടക്കം ഇവിടെ പറഞ്ഞതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പുതിയ കേസാണ്. അല്ല, ഈ കേസ് ഇവിടെ വാദിച്ചതാണ്, ഈ കേസ് ഇവിടെ വാദിച്ച് ജയിച്ചതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കേസ് പുതിയതാണ്. ഇത് തന്നത് ജസീറാണ്, മനസ്സിലായല്ലോ? ശരിക്കും ജസീറിൻ്റെ ആ വക്കീൽ, അത് അയാളൊരു ദുഷ്ടനായിരുന്നു. പണം കൊണ്ട് എത്ര കളവും കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കും. ആ പിന്നെ ഇതിൽ പ്രതി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാതിരാത്രിയിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ തേടി നടക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സ്വന്തമാക്കണം എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ അത് വിസമ്മതിച്ച സ്ഥിതിക്ക് അവളെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ കേസിനാസ്പദമായ സംഭവം. ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. റബ്ബേ, ഓർക്കാത്തയും ചിന്തിക്കാത്തയും കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏയ്, ഒരിക്കൽ പോലും ഞാൻ അയിത്തയെ ഹാദിയെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല റബ്ബേ. എന്തൊക്കെയാണ് ഈ കേസ് ഇവിടെ വാദിച്ച് ജയിച്ചതാണോ ഇല്ലേ എന്നുള്ളതല്ല, എൻ്റെ കക്ഷി എനിക്ക് തന്നതാണ് ഈ കേസ്. അതുകൊണ്ട് ഇതിനുള്ള കറക്റ്റ് ഉത്തരം പറഞ്ഞേ തീരൂ. എന്തിനാണ് പാതിരാത്രിയിൽ അവനില്ലാത്ത സമയത്ത് അവളുടെ റൂമിലേക്ക് നീ ചെന്നത്? ശരിക്കും സഫീറിനെ അതെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു ആ ഒരു വക്കീലിൻ്റെ വായിൽ നിന്ന് വന്നത്. എന്താ സാറേ ഇത്? ഞാനൊരിക്കൽ പോലും അതെ, കോടതി അവനെ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. അന്നൊരിക്കൽ കേസ് വാദിച്ചു പോയതല്ലേ, എന്നിട്ടും എന്താ? അപ്പോൾ ഇത്രക്കും നീചമായ പ്രവൃത്തികളാണോ നിങ്ങൾ ചെയ്തത്? സ്വന്തം ജ്യേഷ്ഠന് അനിയനെതിരെ കേസെടുക്കണമെങ്കിൽ അതിന് തക്കതമായ കാരണം തന്നെ ഉണ്ടായിരിക്കുമല്ലോ. സഫീർ വിചാരിച്ചു, അല്ലാ, എന്തിനാ അല്ലാ എന്നെ ഇത്ര നാണം കെടുത്തി ഇവിടെ ഇടുന്നത്? ഞാൻ ഒരിക്കൽ പോലും ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു അത് ഹാദിയെ കൊണ്ടുവരണം എന്നുള്ളത്. ഹാദിയ പറയട്ടെ, എല്ലാ സത്യങ്ങളും ഹാദിയ പറയാതിരിക്കൂല. ഹാദിയ അവൾ കള്ളത്തരം പറയൂല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ നമ്മുടെ റിസ്വാന വക്കീൽ ഈ ഒരു കേസിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു, അവളോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ തെളിവടക്കം കൊണ്ടുവന്ന് കാണിച്ചു തന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു വിളിപ്പിക്കലും എല്ലാം. റബ്ബേ, കൊടും ചതി തന്നെയാണിത്. ഒരു നിമിഷം സഫീറിന് ഉത്തരം മുട്ടിപ്പോയി. എന്താ, ഒന്നും പറയാനില്ലേ എന്നുള്ള ഒരു കാര്യത്തിന് എന്ത് പറയാൻ? ഇതിന് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് എന്ത് വാദിക്കാൻ? എനിക്കൊന്നും പറയാനില്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ തന്നെയാണ് തെറ്റുകാരൻ എന്ന് വിധിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശം അതായിരുന്നു. ഒരു നിമിഷം അവൻ്റെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പെട്ടെന്നാണ് അതാ റിസ്വാന വക്കീൽ അങ്ങോട്ട് കടന്നെത്തുന്നത്. സർ, എനിക്കും ചിലത് പറയാനുണ്ട്. എൻ്റെ കക്ഷിയാണ് സഫീർ. അന്ന് ഞാൻ ഇവിടെ കേസ് എല്ലാം വിജയിച്ചു പോയതാണ്. ഞങ്ങൾ വീണ്ടും ഇങ്ങനൊരു കേസ് കുത്തിപ്പൊക്കുന്നതിൻ്റെ കാരണം ഈ വക്കീൽ ശരിക്കും അത് ജസീറിൻ്റെ ആളാണ്. യഥാർത്ഥ കുറ്റവാളിയുടെ ആൾ തന്നെയാണ് ഈ ഒരു വക്കീൽ. അതുകൊണ്ട് തന്നെ അവൻ്റെ നിർദ്ദേശം മാത്രമായിരിക്കും ഇത്. തെളിവടക്കം ഇവിടെ കോടതിക്ക് മുമ്പാകെ കാണിച്ചിട്ടും അത് എല്ലാം റെഡിയായി പോയതാണല്ലോ. വീണ്ടും ഇങ്ങനെ ഒരു കേസ് കുത്തിപ്പൊക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതെ, എനിക്കിവിടെ അല്പം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുക, അത് അവളെ അവൻ്റെ ഇഷ്ടത്തിന് കിട്ടാത്തതിന്, അതാണ് ഇവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ അതിൽ കക്ഷി പരിക്കേറ്റ് ചികിത്സയിലും കാര്യങ്ങളിലും. എന്താ ഇവിടെ ശിക്ഷിക്കണ്ടേ ഇവനെ? റിസ്വാന വക്കീൽ ശരിക്കും ഞെട്ടിപ്പോയി. സഫീറിൻ്റെ മുഖത്തേക്ക് ധൈര്യമായി ഒന്ന് നോക്കി. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞതുമില്ല. പക്ഷേ ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അവളുടെ ബെഡ്റൂമിലേക്ക് കടക്കാൻ ശ്രമിച്ചു, വിസമ്മതിക്കാത്തതിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് സഫീറിൻ്റെ പേരിലുള്ള പുതിയ കേസ്. എന്നാൽ റിസ്വാന വക്കീലിനെ അത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. ഞാനൊരു വക്കീലാണ്, ഒരിക്കൽ പോലും തകരാൻ പാടില്ല. പക്ഷേ സഫീറിനെ കുറിച്ച് അങ്ങനെ കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അറിയില്ല, എന്തോ എവിടെ എന്തൊക്കെയോ എൻ്റെ മനസ്സിലേക്ക്. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി.
എന്നാൽ അവൻ ശരിക്കും അത് കണ്ടു. ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട വക്കീലെ, ഒരിക്കലുമില്ല, ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എന്തിന്? ഞാൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ചതിക്കുമോ? അതൊരിക്കലുമല്ല. കൊല്ലാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്, അറിയാമല്ലോ. എന്നാൽ റിസ്വാന വക്കീൽ അത് ശരിക്കും അവൻ്റെ ആ വാക്കുകളെ അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. പൂർവാധികം ശക്തിയോടെ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പരിക്കേറ്റ കക്ഷിയെ ഇവിടെ ഹാജരാക്കണം. അവളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ആ വക്കീലൊന്ന് ഞെട്ടിപ്പോയി. ഓ, അപ്പോൾ തെളിവ് ഇനിയും അവസാനിച്ചിട്ടില്ല. ഞാനിവിടെ മുടന്തൻ ന്യായങ്ങൾ ഇവിടെ പറയുമ്പോൾ അവർ തെളിവുകൾ കൊണ്ടാണ് വരുന്നത്. തെളിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും കോടതിയിൽ വിജയിക്കില്ല. അവൻ തന്ന ക്യാഷ് 1,00,000 കൂടി ഏറെ പറയാം, എന്നിട്ട് പുതിയ കേസുകൾ കെട്ടിച്ചമക്കാം. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ ആഗ്രഹം അതായിരുന്നു. അതെ, ആ ഒരു പരിക്കേറ്റ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരിക, അവളുടെ മുമ്പിൽ വെച്ച് ഇത് വാദിക്കുക. അവൾക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ശരിക്കും റിസ്വാന വക്കീലിൻ്റെ ആ ഒരു പുതിയ വാദം കേട്ടപ്പോൾ ജസീറിൻ്റെ വക്കീൽ തകർന്നു പോയി എന്ന് തന്നെ പറയാം. എൻ്റെ ക്യാഷ് മുഴുവൻ നഷ്ടപ്പെടുമോ? അവനോട് എത്ര ലക്ഷങ്ങൾ ചോദിക്കണം എനിക്കറിയാം. അതിനുള്ള കളവുകളെല്ലാം കെട്ടിച്ചമക്കുകയും ചെയ്യാം. ആ നിമിഷം തന്നെ വക്കീൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജസീർ, അതെ, വലിയ തെളിവുകളുമായി അവർ വരുന്നുണ്ട്. ആ തെളിവെങ്ങാനും അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് നീ എത്ര കളവ് പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. വക്കീൽ സാറേ, വിട്ടുകൊടുക്കരുത്. അതെ, എങ്ങനെയെങ്കിലും അവൻ്റെ പേരിൽ തന്നെ അത് കെട്ടിച്ചമക്കണം. എന്നാൽ ആ തെളിവ് കോടതിയിലേക്ക് എത്താൻ പാടില്ല. അതെ, സുഖമില്ലാത്ത കുട്ടിയെയാണ് കൊണ്ടുവരുന്നത് അത്രേ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ജസീറിൻ്റെ ഉള്ളിലുള്ള ഷെയ്ത്താൻ വീണ്ടും ഉയർന്നു. വീണ്ടും അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പാടില്ല, ഹാദിയെ കോടതിയിലേക്ക് എത്തിക്കാൻ പാടില്ല. അഥവാ എത്തിച്ചു കഴിഞ്ഞാൽ അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. എന്നിട്ട് എൻ്റെ ഓറ അവിടെ ഇടിയും. അതെ, എൻ്റെ സ്ഥാനം അവിടെ ഇടിയും. ഞാനാകെ വഷളാകും. ഒരിക്കലും പാടില്ല. സഫീറിന് മുമ്പിൽ ഒരിക്കലും ജസീർ തോൽക്കാൻ പാടില്ല. ഇതുവരെ തോറ്റിട്ടില്ല. എടാ സഫീറെ, നീ വിജയിക്കാൻ പോണില്ല. ഹാദിയെ ഒരിക്കലും കോടതിയിലേക്ക് എത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ ദുഷ്ടചിന്തകൾ വീണ്ടും ഉയർന്നുകൊണ്ടിരുന്നു. എന്തൊക്കെയായിത്തീരും നമ്മുടെ സഫീർ? വിജയിക്കുമോ? എന്നാൽ അന്ന് കേസിന് വേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. 2 ദിവസത്തിന് ശേഷം പുതിയ കേസ് അത് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ അന്ന് റിസ്വാന വക്കീൽ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സങ്കടം. കാരണം സഫീർ ഒരു തെറ്റും ചെയ്യാത്ത പയ്യനാണ്. പറഞ്ഞിട്ടെന്താ, സ്വന്തം വീട്ടുകാർ തന്നെ ചതിക്കാന്നൊക്കെ വെച്ചാൽ റിസ്വാന വക്കീലിനെ എങ്ങനെയെങ്കിലും പ്രിയപ്പെട്ട സഫീറിനെ രക്ഷിക്കണം എന്നൊരു തോന്നൽ. അതെ, അവളുടെ മനസ്സിൽ സഫീർ മാത്രമായിരുന്നു. സഫീർ, ഒരിക്കൽ പോലും ഞാൻ നിന്നെ ചതിയിൽ പെടുത്തില്ല. അതായത് വിട്ടുകൊടുക്കില്ല. അവരുടെ ആ ഒരു ചതിയിൽ കീഴ്പ്പെടുത്താൻ സമ്മതിക്കില്ല ഞാൻ. ആ നിമിഷം തന്നെ സഫീറിനെ വിളിക്കുന്നു റിസ്വാന വക്കീൽ. വിതുമ്പുന്ന മനസ്സോടുകൂടെ അവൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലായിരുന്നു. സഫീർ ഫോൺ എടുത്തു. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് റിസ്വാന വക്കീലാണ്. ഓ വക്കീലേ, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ? എന്തിന്? ഇതൊക്കെയല്ലേ നമ്മുടെ ഡ്യൂട്ടി. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചാർജ് ഞാൻ തരുന്നതാണ് കേട്ടോ. നോ പ്രോബ്ലം. അതിനെക്കുറിച്ചൊന്നല്ല. സത്യത്തിൻ്റെ മേൽ അത് വിജയിക്കണം. സത്യം, കളവ് പരാജയപ്പെടണം. ഒരിക്കൽ പോലും കളവ് ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ വാദിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെ വക്കീലെന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാണ്. എന്തൊക്കെ തന്നെയാലും ഹാദിയ എന്നുള്ള ആ ഒരു പരിക്കേറ്റ ആ കുട്ടിയൊന്ന് സേഫായി നിർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ എതിർകക്ഷി, അതായത് ആ വക്കീലും അവരുടെ കൂടെയുള്ളവരും എന്തായാലും അവർ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും.
അതുകൊണ്ട് ആ കുട്ടിയെ സേഫ്റ്റി ആക്കുക, സേഫ്റ്റിയായ രീതിയിൽ കൊണ്ടുവരിക എന്ന് നമ്മുടെ ഡ്യൂട്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ മറ്റന്നാളെയാണ് നെക്സ്റ്റ് കേസ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുട്ടിയെ ഹാജരാക്കണം എന്നുള്ളത്. അത് അവർക്ക് തീരെ പറ്റിയിട്ടില്ല. ശരിക്കും അവർ ആ വക്കീലിന് തന്നെ നിരാശയായിട്ടുണ്ട്. അപ്പോൾ തന്നെ കോളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുറത്തുനിന്ന്. ഓക്കെ, അപ്പോൾ കുട്ടിയെ സേഫ്റ്റി ആക്കുക, സേഫ്റ്റിയായ രീതിയിൽ കുട്ടിയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ പോലും നേരായ വഴിയിലൂടെ വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പക്ഷേ കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ അതൊരു ചാൻസ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറ്റുമെങ്കിലൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ സഫീർ ഒന്നെനിക്ക് കാണണം. ശരിക്കും റിസ്വാന വക്കീലിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒന്നായിപ്പോയി. അത് വക്കീലെ, അങ്ങനെയൊന്നും വിളിക്കണ്ട, റിസ്വാനെന്ന് വിളിച്ചാൽ മതി. ഓ ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ ശരി, മറക്കല്ലേ ഞാൻ പറഞ്ഞത്. ശരിക്കും റിസ്വാന വക്കീൽ അത് സഫീറിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയകൾ അത് ശരിക്കും സഫീറിനും ഫലവത്തായി തോന്നി. ശരിയാണ്, നേർവഴിയിലൂടെ അവളെ കൊണ്ടുവന്നാൽ അതൊരു പക്ഷേ അത് ബ്ലോക്കിങ്ങിന് ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഒന്നിനും മടിക്കില്ല. കാരണം അവളുടെ വീട് നന്നായിട്ടറിയാം ജസീറിന്. കാരണം അവനവിടുത്തെ മരുമകനാണ്. അവൾ വരുന്ന വഴിയും അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കെണി ഒപ്പിക്കും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ആശയോട് വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, ജസീറിൻ്റെ കള്ളത്തരങ്ങൾക്കും ചതികൾക്കും വിരാമം ഇടണം. അതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീൽ രംഗത്ത് വരും എന്നും നമുക്ക് നന്നായി പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.